ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ചു. ഞാനും മോളും കൂടെ ഒരേ കോമ്പുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. മോളെ ഇന്ന് എഴുത്തിനിരുത്താൻ പോവാണ്. എന്തായാലും വിജയദശമി നാളിൽ നമ്മൾ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ചീട്ടൊക്കെ എടുത്തു. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വിജയദശമി നാളിൽ വിജയത്തിൻ്റെ പാത പിന്തുടരാൻ കഴിയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പേര് വിളിച്ച് അവിടെ പോയിരുന്നു കേട്ടോ. നല്ല തിരക്കൊക്കെ ഉണ്ട്. കുറേ കുട്ടികൾ കരയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു എന്താ പറയുക, എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു വിഷമം കൊണ്ടായിരിക്കാം. അതേപോലെ കുറേ പേര് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മോളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അതേപോലെ അവളുടെ ഭാഷയിൽ അവൾക്കറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞ് നന്നായി കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്വാമി മിടുക്കി കുട്ടിയിട്ടോ, നന്നായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ ഒരു അനുഗ്രഹം തന്നെയല്ലേ നമുക്ക് വേണ്ടത്. അതുതന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നന്നായി പഠിച്ച അറിവും ബുദ്ധിയും വിവരവും എല്ലാ സർവൈശ്വര്യങ്ങളും ഞാനും എൻ്റെ മോൾക്ക് നേരുന്നു. അപ്പോൾ സ്വർണം കൊണ്ട് വായിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ബുക്ക് എടുക്കാൻ വന്നവരും വണ്ടി പൂജയ്ക്കായിട്ട് വന്നവരും എഴുത്തിനിരുത്താൻ വന്നവരുമായിട്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ പൊരിയൊക്കെ വാങ്ങി ഞാനും മോളും കൂടെ വീട്ടിലേക്ക് വന്നു. അമ്മ കടയിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ വീടെത്താറായി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള അമ്പലത്തിൽ പൂജ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാഗൊക്കെ വീട്ടിൽ വെച്ച് വേഗം തന്നെ ആ അമ്പലത്തിലേക്ക് പോയിട്ടോ. ഇന്നത്തോടെ ഈ ഒരു നവരാത്രി കഴിയാൻ പോവാണല്ലോ. അപ്പോൾ ഒന്നും മിസ്സാക്കരുതെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ബുക്ക് വെച്ചത് കൊടുക്കുമ്പോൾ വാങ്ങാനായിട്ട് പോകണം. അപ്പോൾ എൻ്റെ മോളും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പഠനത്തിൻ്റേതായിട്ടുള്ള ആ ഒരു സമയമാകുമ്പോൾ എൻ്റെ മോളും ഇതേപോലെ പഠിക്കുമ്പോൾ ആ ബുക്കൊക്കെ വാങ്ങുമല്ലോ അല്ലേ എന്നൊക്കെ ഞാനും ഓർത്തവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.